രാജ്യം സി അതുകൊണ്ട് യമനോട് കളിക്കാൻ നിൽക്കണ്ട. താത്ത നമ്മുടെ താത്തയായിരുന്നു, പക്ഷെ ഇപ്പൊ ചേച്ചിയായി. ചിലപ്പോ താത്ത, ചിലപ്പോ ചേച്ചി, ചിലപ്പോ താത്ത, ചിലപ്പോ ചേച്ചി. സന്ദർഭങ്ങൾക്കനുസരിച്ച് താത്തയും ചേച്ചിയുമാകാൻ കഴിവുള്ള ഒരു താത്ത ചേച്ചി. പക്ഷെ ഞാന് സ്വർണ്ണക്കള്ളി ചേച്ചി എന്നേ വിളിക്കാറുള്ളൂ. യമനോട് കളിക്കണ്ട. എന്നിട്ട് പറ. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ റിസൾട്ട് എന്താണെന്ന് വെച്ചാല് വിദേശകാര്യ മന്ത്രാലയത്തിന് വന്ന റിപ്പോർട്ട് ഐ വിൽ ടെൽ യു. വിദേശകാര്യ മന്ത്രാലയത്തിന് വന്നു ഇവയാളുടെ തലാലിന്റെ ബ്രദർ ഒരിക്കൽ പോലും ഈ പിന്നെ ക്ഷമ കൊടുക്കാൻ സ്വർണ്ണക്കള്ളി ചേച്ചി ക്ഷമയല്ല, ക്ഷമ. ഷയുടെ ക്ഷമ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാന്തപുര ഉസ്താദിനെ കുറിച്ച് പരദൂഷണം പറയില്ല. എന്നിട്ട് പ്രിയാറല്ല നിമിഷപ്രിയർക്ക് അവൾ കൊന്നത് ക്രൂരമായിട്ടാണ്. അയാൾ മരിച്ച് ചീഞ്ഞ 61 കഷ്ണമാക്കിയ ആന്റെ പൊന്നാരമ്മച്ചിയെ, ഇവിടെ സംഘികള് മുസ്ലിങ്ങളുടെ കൈ വേറെ കാല് വേറെ തല വേറെ. എന്തിന് കൂടുതൽ പറയണേ? 6 വയസ്സായ ഒരു പെൺകുട്ടിയെ അമ്പലത്തിനകത്ത് വെച്ച് 6 ദിവസം പീഡിപ്പിച്ച കൊല ചെയ്ത ചരിത്രം അടക്കമുണ്ട്. എന്തിന് അതിലും കൂടുതൽ പറയാനിരിക്കുന്നത്? ഗർഭിണിയെ കുന്തം കൊണ്ട് കുത്തി ആ കുട്ടിയെ പുറത്തെടുത്ത ചരിത്രം വരെ ഇവിടെ ഉണ്ട്. അതൊന്നും അമ്മച്ചിന്റെ കണ്ണിൽ കണ്ടില്ല. ഈ നിമിഷപ്രിയ ചെയ്ത ഒരു കൊലയുടെ ചരിത്രം ഇങ്ങനെ വിവരിച്ച് പറയുമ്പോ ഇവിടെ സംഘിമിത്രങ്ങൾ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരത്തിനെ കുറിച്ചും അമ്മച്ചി പറയണം. അല്ലാതെ സംഘികൾ ചെയ്യുമ്പോൾ അത് കൊലയല്ലാതാകുന്നതും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കൊലപാതകവും തീവ്രവാദികളുമാകുന്ന ഈ 4-കിട പരിപാടി അമ്മച്ചി നിർത്തണം. അത് പറയുമ്പോൾ ഇതും പറയണം. അമ്മച്ചിന്റെ അസുഖം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, എവിടേക്കാ വരുന്നതെന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മിണ്ടാടി പറയാതെ ഇത്ര ആഘോഷാക്കാതെ ഇന്ത്യ ഗവൺമെന്റ് എന്താണോ പറയുന്നത് ആ നയതന്ത്രത്തിലൂടെ പോയി നിമിഷക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ആ കുടുംബത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ നിമിഷപ്രിയനെ കൊണ്ടുവരട്ടെ. അതായത് അമ്മായി ചുരുക്കി പറയണത് എന്തെന്ന് വെച്ചാല്, കാന്തപുരം ആയതുകൊണ്ട് വലിയ ആഘോഷം ആക്കണ്ട, ഞങ്ങൾക്കത് സഹിക്കുന്നില്ല, കരച്ചിൽ വരികയാണ് എന്നാണ് ഈ അമ്മച്ചി പറയണത്. അപ്പൊ പൊന്നാരമ്മച്ചി, ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെ അമ്മായിയുടെ മോളൊന്നല്ല. അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ട് കാന്തപുരം ഉസ്താദ് അവരെ സഹായിച്ചെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് സഹായിച്ചത്. അല്ലാതെ കാന്തപുരം ആ നിമിഷപ്രിയയെ സഹായിച്ചതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല, ഇസ്ലാം മതത്തിനൊന്നും നേട്ടം കിട്ടാൻ പോണില്ല, മുസ്ലിങ്ങൾക്ക് ഒരു നേട്ടവും ഇല്ല. ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ സഹായിച്ചെന്നുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കി. വല്ല പറയണേനും